ചെർപ്പുളശ്ശേരി കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് ശനിയാഴ്ച കൊടിയേറും. താന്ത്രിക ചടങ്ങുകൾക്കൊപ്പം കലകൾക്കും പ്രാധാന്യം നൽകിയാണ് ഉത്സവം കൊണ്ടാടുന്നത്. ക്ഷേത്രത്തിലെ കമാനം, ശീവേലിപ്പുര, താലികെട്ടു മണ്ഡപം എന്നിവയുടെ സമർപ്പണം വെള്ളിയാഴ്ച നടക്കും. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പാലക്കാട് ജില്ലയിലെ കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം മാർച്ച് 1 മുതൽ 8 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കപ്പെടുകയാണ്. മാർച്ച് 1-ന് കൊടിയേറ്റവും 8-ന് ആറാട്ടോടും കൂടിയാണ് സമാപിക്കുന്നത്. 8 ദിവസത്തെ ഉത്സവത്തിനാണ് കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ തുടക്കമാകുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്ര കമാനം നഗരസഭാധ്യക്ഷൻ പി രാമചന്ദ്രനും ശീവേലിപ്പുര മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MR മുരളിയും ഉദ്ഘാടനം ചെയ്യും. തിരുമുല്ലപ്പള്ളി ദേവസ്വം കീഴേടമായ മൂർക്കത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ നിർമ്മിച്ച താലികെട്ടു മണ്ഡപത്തിന്റെ സമർപ്പണം തന്ത്രി മേൽമണ്ടയൂർ അനൂപ് കൃഷ്ണൻ നമ്പൂതിരിയും നിർവഹിക്കും. തിരുമുല്ലപ്പള്ളി ക്ഷേത്രത്തെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു ദിവസം തന്നെയാണ് നാളെ. അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ലാത്ത, നിങ്ങൾ പോലും വിചാരിക്കാത്ത ഒരു 3 ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട, നേരത്തെ പഞ്ചലക്ഷം സൂചിപ്പിച്ച മാതിരി റോഡിലൊരു ഗോപുരവും കിഴക്കേ നടയിലൊരു ശിവേലിപ്പരി, അതുമാതിരി മൂർക്കത്തെ ക്ഷേത്രത്തിൽ കല്യാണം നടക്കുമ്പോൾ ഒരു താലികെട്ട് മണ്ഡപവും. ഇത് ഭക്തജനങ്ങൾ ആകെ 3 മഹത് വ്യക്തികളുടെ സംഭാവനയാണ്. അത് ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 22 ദിവസം കൊണ്ടാണ് അത് പൂർത്തീകരിച്ചത്. വൈകുന്നേരം 6:15-ന് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടക്കും. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാൻ M ദണ്ഡപാണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ചയാണ് കൊടിയേറ്റം നടക്കുക. രാവിലെ സംഗീത വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റമുണ്ടാകും. വൈകുന്നേരം 7-ന് കൊടിയേറ്റം നടക്കും. തുടർന്ന് നൃത്തനുപൂരം, നൃത്തയാമം എന്നീ നൃത്തപരിപാടികളും ഉണ്ടാകും. 2ാം വിളക്ക് ദിവസമായ മാർച്ച് 2-ന് ഞായറാഴ്ച രാവിലെ പരമണ്ണ ശശിയുടെ നേതൃത്വത്തിൽ എഴുന്നള്ളിപ്പ് മേളം ഉണ്ടാകും. തുടർന്ന് പഞ്ചകീർത്തനാലാപനവും സംഗീത വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചനയും നടക്കും. വൈകുന്നേരം സംഗീത കച്ചേരിയും ഉണ്ടാകും. തുടർന്ന് കൈകൊട്ടിക്കളി, തായമ്പക, നൃത്തസംഗീത നാടകം എന്നിവയും നടക്കും. 3ാം വിളക്ക് ദിവസമായ മാർച്ച് 3 തിങ്കളാഴ്ച അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടക്കും. മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MR മുരളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജ് എന്നിവരുടെ ത്രിപിൾ തായമ്പകയും ഉണ്ടാകും. തുടർന്ന് തിരുവാതിരക്കളികളും ഓട്ടൻതുള്ളലും നടക്കും. 4ാം ദിവസമായ മാർച്ച് 4 ചൊവ്വാഴ്ച വൈകുന്നേരം തിരുവാതിരക്കളികളും തായമ്പക, കഥകളി എന്നിവയും ഉണ്ടാകും. 5ാം ദിവസം വൈകുന്നേരം വീണക്കച്ചേരിയും തുടർന്ന് തായമ്പകയും കഥകളിയും നടക്കും. 6ാം വിളക്ക് ദിവസം വൈകുന്നേരം സംഗീത കച്ചേരി, ചെർപ്പുളശ്ശേരി ജയവിജയന്മാരുടെ ഡബിൾ തായമ്പക, രാത്രി 8-ന് നൃത്തനൃത്യങ്ങൾ, 9:30-ന് നാടൻപാട്ട് എന്നിവയും നടക്കും. മാർച്ച് 7-ന് വെള്ളിയാഴ്ചയാണ് 7ാം വിളക്കായ പള്ളിവേട്ട നടക്കുക. രാവിലെ ചൊവ്വല്ലൂർ മോഹനവാര്യരുടെ പഞ്ചാരിമേളം ഉണ്ടാകും. 11-ന് കഞ്ഞിസദ്യ നടക്കും. സന്ധ്യയ്ക്ക് 7:30-ന് കക്കാട് രാജപ്പന്മാരാർ അവതരിപ്പിക്കുന്ന പാണ്ടിമേളവും ഉണ്ടാകും. മാർച്ച് 8 ശനിയാഴ്ചയാണ് 8ാം വിളക്കുത്സവം നടക്കുക. രാവിലെ 11-ന് ആറാട്ട് സദ്യ ഉണ്ടാകും. വൈകിട്ട് 4-ന് ആറാട്ട് പുറപ്പാട് ഉണ്ടാകും. 3 ഗജവീരന്മാരുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്തും തുടർന്ന് പഞ്ചാരിമേളവും നടക്കും. ചെർപ്പുളശ്ശേരി ശിവൻ പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകും. ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം മാനേജർ M പങ്കജാക്ഷൻ, ട്രസ്റ്റി കുടുംബം പാങ്ങത്തുമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി, പുത്തൻവീട്ടിൽ ബാലചന്ദ്രൻ, ഓടുംപറ്റ ഉണ്ണികൃഷ്ണൻ, മേലേമഠം വേണുഗോപാലൻ, ക്ഷേത്രം ക്ലർക്ക് രാജു എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി.